വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മിക്കി കുട്ടനെ നമ്മൾ ഗ്രൂമിങ്ങിന് കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരുവല്ലയല്ല കേട്ടോ നമ്മൾ പോകുന്നത്. നമ്മുടെ സ്ഥിരം ഫോർട്ടാണ് തിരുവല്ല. പന്തളം അവിടെ എന്തുവാ കിമോൻ ഇവിടെ ഭയങ്കര കുരുത്തക്കേടിലാണ്. ശൃംഗേരി മണിയാണ്. ഫസ്റ്റ് കയറുമ്പോൾ അവന് ഭയങ്കര പീടിയൊക്കെ ആയിട്ട് അവൻ ഭയങ്കര ഉരുളൊക്കെ ആയിരുന്നു ഗൈസ്. സോ നമ്മൾ അതുകൊണ്ട് ഇവനെ ബാക്കിൽ പിടിച്ചിരുത്തിട്ടുണ്ട്. ഇപ്പൊ ഓക്കെ ആയാ മിക്കി? അതുവഴി പോവല്ലേ പെട്രോൾ പമ്പിൽ നിൽക്കുകയാണ്. സോ നമുക്ക് പല കിച്ചനും ശൃംഗേരി മാവറ്റിയാണ്. ശൃംഗേരി മാവറ്റി ഇവിടെ ഇപ്പം പേടിച്ചിരിക്കുകയാണ് കേട്ടോ. കൊടുക്കുമോ എന്നൊരു പേടിയിലിരിക്കും. നിക്കി ഇങ്ങോട്ട് നോക്ക്. നിക്കി ഇങ്ങോട്ട് നോക്കിയേ. പേടിച്ച് അമ്മയടുത്താണ് അവൻ ഇരിക്കുന്നത് ഫുൾ ടൈം. ചടി ചടി ഇടയ്ക്ക് കിടക്കും. ഇടയ്ക്ക് അവിടെ ഇരിക്കും. നിക്കി അമ്മയ്ക്ക് നോക്കട്ടെ. ആ കണ്ടു തിരുവല്ല കൊച്ചു കഴിഞ്ഞിട്ട് കാണാം. പിന്നെ അടങ്ങിയിരിക്കൂല. നമ്മളിപ്പോ ചെങ്ങന്നൂരാണ് നിൽക്കുന്നത്. നമ്മൾ ചെങ്ങന്നൂരായി. ഇവിടെ ഒരു കുറ്റങ്കെട്ടും ചേർത്തത് മര്യാദയ്ക്ക് ഇരിക്കുന്നില്ല. കുറേ നേരം കൊണ്ട് ഉള്ളി വരും. ഇപ്പോഴും നിങ്ങൾ ബോറടിപ്പിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാട്ടെ. റോഡ് സൈഡൊക്കെ കാണിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം നല്ല പ്ലേസസാണ് ഇവിടെ കാണാൻ. ഭയങ്കര ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം എനിക്ക് കാണിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ പാട്ടൊക്കെ വെച്ച് നോയ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക വോയിസ് കവർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. കോപ്പിറൈറ്റ് വന്നാലും എന്നുദ്ദേശിച്ചിട്ട്. സോ നമുക്ക് ഇവനെയും കൊണ്ട് ഭയങ്കര പാടാണ്. ഇവനെ ഒരിടത്ത് ഇരിക്കത്തില്ല, അതാണ് സത്യം. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്തോ ചെയ്തു, ഇവനെയാണെങ്കിൽ എടുത്തൊന്ന് മടി വെച്ചേക്കുവാണ്. മടി വെച്ചേക്കൊന്നുമല്ല, അവനെ മടിയിൽ നിന്ന് ഇറങ്ങത്തെയാണ് ഗൈസ്. പിന്നെ ഇവനെ കൊണ്ട് പോകേണ്ട സ്ഥലം എത്താറായിട്ടോ. അപ്പോൾ സ്ഥലം എത്താറായിട്ട് ഇവനെ കൊണ്ടുപോയി ഗ്രൂം ചെയ്യണം. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്തായാലും കറങ്ങാൻ പോകാനുള്ള ടൈംസ് ഉണ്ട് ഗൈസ്. ഇപ്പോൾ ടൈം എന്തായാലും ഒരു 12 o'clock ആയപ്പോഴത്തേക്ക് നമ്മൾ അവിടോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെയും നിങ്ങളെ റോഡും അതുപോലെ തന്നെ അവിടുത്തെ ഷോപ്സൊക്കെ കാണിച്ച് ബോറടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എന്താ ചെയ്യാൻ, എനിക്ക് ഭയങ്കര കൗതുകം കൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോസ് റോഡിലൂടെയൊക്കെ പോകുന്നത് എടുക്കുന്നത്. നല്ല ഭംഗിയാട്ടോ പോകുന്ന സ്ഥലം. നല്ല പച്ചപ്പ് പിടിച്ച സ്ഥലമാണ് ചിലത്. അവിടെ ഒരു എന്നൊരു എന്താ പറയുക ഹോട്ടലില്ലേ, അതിൻ്റെ അടുത്താണ് ഇവർ ഗ്രൂം ചെയ്യുന്ന സ്ഥലം. അപ്പോൾ ഞങ്ങൾ ആ ഗ്രൂം ചെയ്യുന്ന സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ ഗ്രൂം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് ആ ഒരു ഗ്രൂമിങ് ആൻഡ് സ്പാ. ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ളൊരു പൂച്ചേനെ ഗ്രൂം ചെയ്തിട്ട് വെച്ചേക്കായിരുന്നു. അപ്പോൾ ഇവനെ കൊണ്ട് കയറ്റണമെങ്കിൽ ഞാൻ പുറകിൽ പോയേ പറ്റത്തുള്ളൂ, അമ്മ ഫ്രണ്ടിലും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയപ്പോൾ കാണാൻ ക്യൂട്ടായിട്ട് വെള്ള പൂച്ച കൈസ് അതിനെ ഗ്രൂം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല പൂടുള്ളവരുണ്ടായിരുന്നു. പിന്നെ അവിടെ തന്നെ ഷിക്ഷുപട്ടിയുണ്ട്. പിന്നെ അവർ പറയുന്ന ഭാഷയും മനസ്സിലാവാൻ പറ്റത്തില്ല, ഒരു ഹിന്ദി പോലെ. പക്ഷേ എനിക്ക് നല്ല മനസ്സിലായിട്ട് ഞാൻ അവർക്ക് റിപ്ലൈ കൊടുത്തു കേട്ടോ. അതായത് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് എൻ്റെ അമ്മയെടുത്ത് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു. പിന്നെ നമ്മളെ മിക്കക്കുട്ടനെ അവിടെ കൊണ്ട് വെച്ചു. അപ്പോൾ ഷിക്ഷുപട്ടിയെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ മിക്കക്കുട്ടനെ എന്താ പറയുക അതിനെ ഗ്രൂം ചെയ്തിട്ട് പറ്റിയത്തുള്ളൂ. ഇവന് ഒരു ധൈര്യവും പേടിയില്ലാതെ നല്ല ധൈര്യത്തോടെ എന്താ പറയുക പൂച്ചക്കുട്ടീനെ തൊട്ടു കേട്ടോ. എന്തൊരു ധൈര്യം എന്നറിയുമ്പോൾ പിന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് തൊട്ടു കേട്ടോ. തൊട്ടില്ലെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ അതിൻ്റെ മുഖം കാണുമ്പോൾ പേടി വരുന്നുണ്ട്. എനിക്ക് പേടിച്ചാണ് ഞാൻ തൊട്ടത് അതിനെ. അവന് നല്ല ധൈര്യം കേട്ടോ. അപ്പോൾ അവനെ തൊട്ടു. പിന്നെ നമ്മുടെ മിക്കിക്കുട്ടനെ കണ്ടേ നിങ്ങൾക്ക്. നമ്മൾ മിക്കിക്കുട്ടനെ കൊണ്ടുവിട്ടിട്ട് നമ്മളൊന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. കുറേ സമയം എടുക്കും, ഒരു 3 to
hours എടുക്കുമെന്ന് അവർ പറഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന്. നമ്മൾ തിരുവല്ലയിൽ തന്നെ എന്തോ അഡ്ഡായിട്ട് വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വന്നു. അപ്പോൾ നമ്മൾ കറങ്ങാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. അതായത് ഡാഡിക്ക് എന്തോ വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ട്, പക്ഷെ അവസാനം അത് കിട്ടുമോ എന്ന് ചോദിച്ചാൽ അത് കിട്ടിയില്ല. പിന്നെ ഞങ്ങളവിടെ പോസ്റ്റ് അടിച്ചിരിക്കുകയായിരുന്നു ഒരു എന്താ പറയുക, ഒരു 30 minutes. പിന്നെ ഡാഡി വന്നിട്ട് നമ്മൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഹോട്ടൽ, ഞാൻ പറഞ്ഞില്ലേ ഗൈസ് നേരത്തെ, ആ ഹോട്ടലിലാണ് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് പോയത്. നല്ല കിട്ടിലും ഫുഡായിരുന്നു കേട്ടോ. പിന്നെ ഞാനും ഡാഡിയും കൂടെ അവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തു. അവന് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഞാനിങ്ങനെ ഫ്രണ്ട് ക്യാമറ എടുത്തിട്ട് കാണിക്കായിരുന്നു. ഡാഡി പിടിച്ചു തന്നെ കേട്ടോ. ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയായിരുന്നു ഫുഡിന് വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് ഈ വെളിയിലൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് കാര്യം പറയുമ്പോൾ എങ്ങനെ മടിയായിരുന്നു, അതുകൊണ്ട് ഞാൻ കാര്യം പറഞ്ഞില്ല. പിന്നെ ഞാൻ വാങ്ങിച്ചത് ചിക്കൻ നൂഡിൽസ് ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. മമ്മ ഒരു മീൽസ് ഓർഡർ കൊടുത്തു. ഞാനും എൻ്റെ അനിയനുമാണ് എന്താ പറയുക ചിക്കൻ നൂഡിൽസ് ഓർഡർ കൊടുത്തത്. ഡാഡി നല്ല ബിരിയാണി, തമ്പ് ബിരിയാണി ആയിരുന്നു. ഞാൻ പിന്നെ അവിടെ വെച്ചു, കഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ രണ്ടാമത് ഞാൻ ചിക്കൻ നൂഡിൽസ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഡാഡി ചിക്കൻ ബിരിയാണി, അമ്മ മീൽസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പിന്നെ ഞാൻ കുറച്ചുകൂടെ ചിക്കൻ നൂഡിൽസ് എടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഞാൻ രണ്ടാമത് എടുത്തു കേട്ടോ ചിക്കൻ നൂഡിൽസ്. പിന്നെ ഞാൻ ഇത് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് ചിക്കൻ ബിരിയാണിയും സാലഡും കൂടെ എടുത്ത് നല്ലൊരു പിടി പിടിച്ചു. കുറച്ചുണ്ടായിരുന്നല്ലോ, എനിക്ക് അത് മതിയായിരുന്നു. കുറച്ച് എനിക്ക് വേണ്ടി ഞാൻ പറഞ്ഞു മാറ്റി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത് കൂട്ടി കഴിച്ചു കേട്ടോ. കുറച്ച് സലാഡ്, ചിക്കനും പപ്പടവും കൂടെ എടുത്തിട്ട് നല്ലൊരു പിടി പിടിച്ചു കേട്ടോ. ഭയങ്കര ടേസ്റ്റ്, എന്തെന്ന് അറിഞ്ഞൂടെ, ഭയങ്കര ടേസ്റ്റായിരുന്നു ഗൈസ്. നമ്മളാണെങ്കിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു. നമ്മുടെ മിക്കിക്കുട്ടി നക്കം വിട്ടു. ടീച്ചർക്ക് എടുത്തോണ്ട് പോട്ടെ. ഇതൊരു മുട്ടായിലെ ഒരു സ്പ്രേ ഗൈസ്, എന്തോ ഒരു പ്രാങ്ക് പണിഷ്മെൻ്റ് ഒക്കെ കൊടുക്കുമ്പോൾ അടിക്കുന്ന ആ സ്പ്രേ കേട്ടോ. പക്ഷേ ഇത് നമ്മൾ റംബൂട്ടാൻ പുളിയുള്ളത് കഴിച്ച് അങ്ങനെ ഇരിക്കും, അമാതിരി ടേസ്റ്റായിരുന്നു. പിന്നെ നമ്മൾ മിക്കിക്കുട്ടനെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അവനെ നഖം വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവന് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു പരിപാടിയാണ് ഈ നഖം വെട്ടൽ, അതുപോലെ തന്നെ എന്താ ഹെയർ ഡ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ അവന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താണ്ടി പെട്ടെ അവിടെ കിടന്ന് കുരയ്ക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ വോയിസ് കവർ കൊടുക്കുന്ന സമയത്താണ് കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ വന്നതേ ഉള്ളൂ, അപ്പോഴാണ് ഞാൻ വോയിസ് കവർ കൊടുക്കുന്നത്. അപ്പോൾ അവന് നഖം വെട്ടി കഴിഞ്ഞിട്ടാണ് നല്ല സുന്ദര കുട്ടിപ്പനായിട്ട് കിട്ടി. ചെടയൊന്നും ഇല്ലായിരുന്നല്ലോ. അവൻ ജസ്റ്റ് ഒന്ന് ചാടിപ്പോയിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ പേടിച്ചിട്ട് നമ്മളെ മിക്കിക്കുട്ടനെയും കൊണ്ട് നമ്മൾ വന്നിട്ടുണ്ട്. വന്ന അപ്പോൾ ഉള്ള ആളല്ല തിരിച്ചു പോകുമ്പോൾ. മിക്കിക്കുട്ട നോക്കട്ടെ, അപ്പൊ നമുക്ക് വീട്ടിൽ പോയിട്ട് കാണാം. അപ്പം ഞാൻ ട്രാഫിക്കിൻ്റെ അവിടെ നിന്നപ്പോൾ പിന്നെയും വെറുപ്പിക്കൽ തുടങ്ങി കേട്ടോ ഞാൻ. അപ്പോൾ നല്ല രസമാണ് കേട്ടോ പോകുന്ന വഴിയൊക്കെ കാണാൻ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പിന്നെയും എടുത്തുകൊണ്ടിരിക്കണത്. ഭയങ്കര ഭംഗി എന്തെന്നില്ലാത്ത. സോ അവന് കണ്ണാടിയൊക്കെ വെച്ച് കൊടുത്തു അമ്മയും ഗൗതൂടെ. തൻ്റെ കണ്ടില്ല, നല്ല രസമുണ്ട്, നല്ല കാണലും നല്ല ഭംഗിയുണ്ട് കാണാൻ ഇങ്ങനെ. അപ്പോൾ അതുവഴി കൂടെ പോകുമ്പോഴേ അപ്പം അതാണ് പിന്നെ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവനെ കണ്ണാടി വെച്ച് കൊടുത്തു. അതൊന്നും നേരെ പോലും കാണാൻ പറ്റില്ല, ചെറുക്കം ഭയങ്കര കുരുത്തക്കേടായിരുന്നു, കണ്ടാലേ അറിയാം. പിന്നെ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് വരുന്നവരെ ബൈ.